എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. അവിടെ സാറ് എക്കോട്ട കുട്ടി പണിയെടുത്ത് രാവിലെ എന്റെ കുളിച്ചൂടെ? കുട്ടി ജോലി എടുക്കുക, നിന്റെ പോലെ വെറുതെ പെയിന്റ് അടിക്കുക. പെയിന്റ് ഇതൊക്കെ ചേട്ടൻ അടിച്ചതാ. ഈ മഞ്ഞ, അയ്യോ ആ സ്റ്റിക്കർ പറഞ്ഞോന്നല്ലോ. പിന്നെ ഇതെന്താ കളർ? ബിസ്ക്കറ്റ് കളർ. ബിസ്ക്കറ്റ് കളർ കൈൻഡ് ഓഫ്. കൊള്ളാം. അത് ചേട്ടൻ അടിച്ചതാ. പിന്നെ എവിടെയാ റൂമിലൊക്കെ പെയിന്റ് ആക്കല്ലോടോ. ഇതെന്തിനു മേടിച്ചില്ലെന്നോ? ആ കടക ചേച്ചി പറഞ്ഞ ചെമ്മീൻ കൂട്ടാനില് ചേമ്പൂത്തിട്ട സൂപ്പറാന്ന് പറഞ്ഞു. മര്യാദക്ക് കർക്കിടക 7 ഇന്നത്തോടുകൂടി കഴിയണം. പിന്നെ ഇപ്പൊ അമ്മ ചെമ്മീനും ചിക്കനൊക്കെ വെച്ചേരും. അമ്മ കഴിക്കണ്ട, ഞങ്ങക്ക് കഴിച്ചൂടെ? പിന്നെ ഇത് എന്തിനു മേടിച്ചാണ്? കൂട്ട് ചേർത്ത് അവിയല്ലോ വെക്കാം. ഇനിയിപ്പൊ താളും ചേമ്പും പഴുതാരൊന്നും കഴിക്കണ്ടല്ലോ. വെള്ളം എടുത്തു. ആ പാത്രം പോരാ, വെള്ളം എടുത്ത് അടപ്പ് തുറന്ന് വായയിൽ വെച്ചു കൊടുക്കണം. ആ പെയിന്റ് ആവില്ല, എന്റെ കയ്യിലാവില്ല. അയ്യോ, ക്യാമറ ഉള്ളതുകൊണ്ട് പൊന്നെ, അല്ലെങ്കിൽ ഇപ്പൊ എന്നെ എന്ത് വിളിച്ചേനെ? നിനക്ക് ദേഷ്യം വരണ്ടോടാ? നിനക്ക് തല്ലാൻ തോന്നിട്ടോടാ? നിനക്ക് തല്ലലോടാ? അച്ചോ, കണ്ടു വെക്കല്ലേടി എന്റെ കൊച്ചിനെ. ഞാൻ അവിടെ ഒരു അധ്വാനിക്കുന്ന തൊഴിലാളി ഇന്റർവ്യൂ ഒന്ന് കാണിച്ചു കൊടുക്ക്. ഒച്ചോ, അമ്മ പൊന്നി ക്ഷീണിച്ചാടാ. കുളിച്ചതാ. 4:45 പോകും കുളിക്കും. വെള്ളം ഒഴിച്ചു കൊടുത്ത എണ്ണ പറയണം. അവിടെ പണിയെടുക്കുന്ന ഒരാളുണ്ട്. വാട്ട് ആർ യു ഡൂയിങ് ഡാഡി? അതെ, സ്വന്തം സീസണല്ലല്ലോ, ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. അപ്പുറത്തെ ഏട്ടൻ അടിച്ചു. അതെ, ബോർഡർ ആക്കിയാണ്. അപ്പൊ നമ്മൾ കഷ്ണമൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. നാളികേരം ചേരണ്ടാൻ ഞങ്ങളുടെ ബുബാത്തിന് ചില സമയത്ത് സമ്മതിക്കില്ല. അപ്പൊ കൊത്തി വെച്ചിട്ടുണ്ട് അരക്കാനുള്ളതാ. അതിന്റെ കൂടെ കുറച്ച് ഉള്ളി. ബാക്കി കൊത്തിയത് ഞാൻ കഴിക്കുകയും ചെയ്തു. എളുപ്പപ്പണിയാ. കൂട്ടുചേർത്ത അവിയലെന്ന് പറഞ്ഞാൽ നമ്മുടെ മീൻകൂട്ടാൻ്റെ ഒക്കെ വേറൊരു വേഷനാണ്. ഇപ്പോൾ നാളികേരം അരക്കണതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അരയ്ക്കുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക, അടുപ്പത്ത് വെക്കുക. വെന്ത് കഴിയുമ്പോൾ അതെന്താ സാധനം? കറിവേപ്പില. കറിവേപ്പില, പച്ചവെളിച്ചെണ്ണ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അടുക്കളയിലേക്ക് ഉള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി എത്രയാണോ എരിവിന് ആവശ്യം അതനുസരിച്ചിട്ടാ. ഇവിടെ എത്തിയല്ലേ വേണ്ടു. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. എന്നിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം. അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗം ഗൈസ്. അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗം. സത്യത്തിൽ ഈ അടുപ്പ് ഈ പെണ്ണിന്റെ പണിയാണ് കത്തിച്ചു വെക്കുന്നത്. അതിനെന്താ കത്തണ്ടേ? ചേർത്തിട്ടാ കത്തി. അല്ലാണ്ട് കത്തിച്ച തോറ്റും. ഇങ്ങനെ ചെയ്താൽ തോറ്റും. ഒറ്റ അടിയതാണ്ടല്ലോ. ആരാണോ നീ? റെസിഡൻസിന്റെ വൈസ് പ്രസിഡന്റ്. റെസിഡൻസിന്റെ പറയും. റെസിഡൻസിലെ യുവ. റെസിഡൻസിന്റെ വാർഷികാഘോഷം വരെയാണ് ഓഗസ്റ്റ് 15. അപ്പൊ അതിന് സാധാരണ രീതിയിൽ ഇവിടെ കാരണന്മാര് ചേട്ടന്മാര് ഒക്കെയാണ് ഓടി നടന്ന് എല്ലാം ചെയ്യണേ. ഈ പിള്ളേർ ഒരൊറ്റ ആ പ്രദേശത്ത് പോവാറില്ല. അവരാ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വരുന്നു, ബിരിയാണി കഴിക്കുന്നു, അല്ലെങ്കിൽ എന്താ നമ്മുടെ ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഇവളൊക്കെ കഷ്ടപ്പെട്ടൊരു ഡാൻസൊക്കെ കളിച്ചാലായി. അങ്ങനെ ചെയ്യാറുള്ളൂ. പൊതുവേ പിള്ളേർ കുറവായിരിക്കും. അപ്പൊ ഇപ്രാവശ്യം ഈ യൂത്തിനെയൊക്കെ പിടിച്ചിട്ട് എന്തൊക്കെയോ തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇത്തവണത്തെ ആനുവൽ ഡേ സെലിബ്രേഷൻ അങ്ങനെ കളർഫുൾ ആക്കും. പൊടിക്ക് ഞങ്ങൾ മോശമാവട്ടെ. കാരണം ഇത്ര നല്ല അങ്കിൾമാരൊക്കെ മനോഹരമായിട്ട് നടത്തിയിരുന്ന ഒരു പരിപാടിയാണ്. അതിന്റെ ഇരട്ടി പേര് ഞങ്ങൾ വരുത്തും. ഇത് പറയും, ഈ പിള്ളേരിലാണ് ഞങ്ങൾക്ക് ഇനി പറ്റില്ല എന്ന് പറയും ഇവിടെ. നോക്കിയോ ആരൊക്കെയാണുള്ളത്? പ്രസിഡന്റ് നമ്മുടെ ജിഷ്ണു ചേട്ടൻ, ഡോക്ടർ ഏട്ടൻ.
ഞാൻ വൈസ് പ്രസിഡന്റ്, ചേട്ടൻ സോഷ്യൽ മീഡിയയുടെ, ആകാശം. ആ, തമ്പുരു ആർട്സിൽ, കിച്ചു സ്പോർട്സിൽ, പിന്നെ ബാക്കി പിള്ളേരൊക്കെ ഞങ്ങളെ സഹായിക്കാൻ. എല്ലാരും കൂടെ എന്തൊക്കെയാണോ ഇന്നലെ അവരുടെ മീറ്റിങ്ങിന് ഞങ്ങൾക്ക് ജ്യൂസും ബിസ്ക്കറ്റും തന്നു. ജ്യൂസ് സത്യത്തിൽ നിങ്ങൾ മീറ്റിങ്ങിന് പോയതാണോ തിന്നാൻ പോയതാണോ? തിന്നാണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ, ചെന്നപ്പോഴല്ലേ മനസ്സിലായത്. സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ഞങ്ങള്, ഞാൻ ആകാശാഞ്ജനെ, അല്ല ചേട്ടൻ, ഞാൻ അമൃതവർഷ, അച്ഛൻ്റെ പേര് കണ്ണൻ ചെയ്യുന്നത്, അമ്മയുടെ പേര് സീമാക്കണം എന്നൊക്കെ പറഞ്ഞു. എന്താല്ലേ കുറെ വർഷം ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്തത്. മറ്റേ സ്കൂളിൽ എൻ്റെ അമ്മയെ പുതിയ സ്കൂളിൽ ചേരുമ്പോഴാണ് കോമഡി ചെന്ന്. എനിക്ക് ഇഷ്ടല്ല സംസാരിക്കാൻ, എനിക്ക് അങ്ങനെ മടിയുടെ അല്ല, ഞാൻ എല്ലാവരോടും സംസാരിക്കും. ഇൻട്രോവേർട്ട് ടൈപ്പ് അല്ല, പക്ഷെ എന്നാലും കൂടി എന്താ ഇങ്ങനെ എൻ്റെ പേര് ഇത്, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നു, എന്തിനാ അത് പരിചയപ്പെട്ടാ പോരെ. ഇഷ്ടമല്ലാത്ത പരിപാടി ആയിരുന്നു അത്. 101% എക്സ്ട്രോവേർട്ട്. പക്ഷെ ഞാൻ ഇൻട്രോവേർട്ട് ഒന്നല്ല, എന്നതൊക്കെ ഒന്ന് ചിരിച്ചാൽ മതി, ഞാൻ സംസാരിക്കും. ചിരിച്ചില്ലെങ്കിൽ അതിൻ്റെ അപ്പുറം അഹങ്കാരം കാണിക്കും. യെസ്, അമ്മയുടെ അല്ലേ മോള്. അമ്മക്ക് ജാടാണ് ജാട. ആണ് അമ്മക്ക് തലക്കനാണ് തലക്കനം. മൊത്തത്തിൽ കനല്ല, തലക്ക് മാത്രല്ല കനം. പിന്നെ ഇതിൽ ഉപ്പും കൂടെ ചേർക്കണം. ഇതിപ്പോ എന്തുട്ട് ചേർത്തേ? ഇതൊന്നും പറയണ്ടേ ആൾക്കാരോട്? അതിപ്പോ എന്റെ ഇടയിൽ ഇത് പറയണ്ടേ? വേണ്ട, ഇനി ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. അമ്മ ആരെയും ഒന്നും കാണിക്കണ്ട. കഷ്ണം ചേർത്തു, പുളി ചേർത്തു, നമ്മള് നാളികേരവും. പുളിയൊക്കെ അപ്പൊ ചേർത്ത്? പുളി പിഴിഞ്ഞാൽ കണ്ടില്ലേ ചേച്ചി? ഞാൻ കണ്ടില്ല. അമ്മ പറ, കൂട്ടാൻ വച്ചതിന്റെ അവസാനം പറഞ്ഞാൽ മതി. കൂട്ടാൻ തയ്യാർ. വീഡിയോയില് വന്നിട്ടുണ്ട്. പക്ഷേ വീഡിയോയുടെ തേങ്ങ വന്നിട്ടില്ല. അമ്മയുടെ ഈ മുഖമാണ് ഞാൻ കാണിച്ചോണ്ടിരുന്നേ. കൂട്ടാൻ റെഡി ആയി കഴിച്ചു. ഇത്ര ഉള്ളു കൂട്ടാൻ. ഇങ്ങനെ ഞാൻ പറയാം. ആദ്യം എന്തെന്നിട്ടെ അമ്മ? അല്ല ഫസ്റ്റ് മാത്രം പറയാം. ആദ്യം മാത്രം പറയും. ആ ഓക്കെ. ആദ്യം കഷ്ണം ഇട്ടതിന് ശേഷം ക്യാമറ ഇങ്ങനെ പിടിക്കാം, അമ്മോട് ഇങ്ങനെ സംസാരിക്കാം. അപ്പൊ കൂട്ടാൻ ഇതേപോലെ തന്നെ റെഡിയാവും. അങ്ങനെയല്ലേ ഇപ്പൊ ഉണ്ടായത്? നീ എന്നെ വെച്ചേക്കണെന്ന് എനിക്കറിയോ? അത് ശരി. അപ്പൊ എന്താ ഞാൻ ഒന്നും കൂടെ പറയാം. കഷ്ണം ചേർത്തു, പുളി ചേർത്തു, നാളികേരവും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉള്ളി അതും കൂടെ അരച്ചത് ചേർത്തു. ഇനി ഉപ്പ് ചേർക്കും. എന്നിട്ട് അടച്ചു വെച്ച്. അല്ല, ഇപ്പൊ ചെയ്തത് മാത്രം പറഞ്ഞാൽ മതി, ബാക്കി ചെയ്യുമ്പോ കാണിക്കാം. ഞാൻ വർത്താനം നിർത്തി. ഷട്ടപ്പ്. അപ്പൊ ഇനി ഇത് ഒന്ന് തിള വന്നിട്ട് ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. മിടുക്കനല്ലേടാ, അടിപൊളിയല്ല അടിപൊളി. ഗൈസ്, നിങ്ങളുടെ വീട്ടിൽ പെയിന്റ് പണിക്ക് ആളെ വേണമെങ്കിൽ വിളിച്ചോട്ടാണ്. അല്ലേ ഏട്ടാ? അല്ലേ? അങ്ങനെ പറയല്ലേ, ആണെന്ന് പറ. അല്ല, നിങ്ങളുടെ വീട്ടിലെ പഠിക്കാതെ വേണമെങ്കിൽ വിളിച്ചോളാൻ പറഞ്ഞാണ് ആകാശാഞ്ജനെ. വേണമെങ്കിൽ കലാകാരനും വരും. ഇല്ല കലാകാര? ഇതേപോലെ കാക്കത്തൂരി പോലെ പെയിന്റ് അടിക്കാൻ സമീപിക്കുക കലാകാരൻ. അങ്ങനെയല്ല, അതിപ്പോ ഫോട്ടോ അടിക്കുമ്പോ ശരിയാവും. എന്റെ സൂപ്പർ അല്ലേ? അടുക്കളയിൽ പോട്ടെങ്കിൽ അത് കൂട്ടാണ്ടായി കഴിഞ്ഞിട്ടേ പറയുള്ളൂ. പണ്ടത്തെ പിള്ളേർ ഇങ്ങനെ സാരി തുമ്പി പിടിച്ചേക്കൂല്ലേ അമ്മയുടെ. അമ്മ അമ്മ എന്നും പറഞ്ഞോണ്ട് അങ്ങനെ നിൽക്കട്ടെ ഞാൻ. അമ്മ 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 വിശക്കണം അമ്മ. ആ പഴയ സാരി മാറ്റാറായില്ലേ? ഞാൻ ജനിച്ചപ്പോഴുള്ള സാരിയാന്നുള്ളൂ. ശൈല ആൻറ്റി അടിച്ചെന്നല്ലേ? കളച്ചില്ല? കളക്കണം. അതെന്തുട്ടാ? കുക്കറിലാ? വിളിക്കട്ടെ വിളിക്കട്ടെ വിളിക്കട്ടെ? ഈ വിശക്കണ്ടൊന്ന് വേഗം ആയിക്കോട്ടെ. ഞാൻ അതിലൊരു മണിക്കൂർ എടുക്കും. അച്ഛൻ്റെ ചീത്ത ഞാൻ പറഞ്ഞോളാം. നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കാം. എന്നെ കണ്ടത് മാത്രം പറയാനുള്ള പരി.
വളവളന്ന് തിളയ്ക്കുന്നത്. വാസനില്ലേടാ? എന്നോട് മിണ്ടാണ്ടിരിക്കാൻ വന്നില്ല അമ്മ. ഞാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞു. അല്ലാത്ത പാടാ. അയ്യോ എന്താ എന്നെ എല്ലാവർക്കും എന്നെ വേണമെന്ന എന്തോ അമ്മയ്ക്ക് ഞാനും എന്തോ ഏട്ടാ ചേട്ടന് എന്നെ വേണം തലേ മരുന്നു. അച്ഛൻ എന്നെ വേണ്ട. എന്തിനാ? വെയിലടിക്കണു. കറുത്തോ ഞാൻ. ലക്ഷങ്ങൾ മുടക്കിയത് വെറുതെ വെയില് കറുത്ത് പെയിന്റ് അടി പരിപാടികൾ നടക്കുന്നു. അങ്ങനെ വഞ്ഞൂടാ. ഈ തടിമാട നിക്കിളിയാ അച്ചി. അടുക്കള പൊക്കോട്ടെ അടുക്കള പൊക്കോട്ടേന്ന്. ബൈ. ഇതെന്തൂട്ടിനാ? ചെമ്മീൻ ഫ്രൈ, തേങ്ങ കൊല, ഒരു സ്നേഹമില്ല. അപ്പുറത്തെ കൂട്ടാനുണ്ടായി. ഉച്ചം കറിവേപ്പില, കറുവല ശേ കടുവറ. ഇതെന്തുട്ടാ കൂട്ടാൻ? കൂർക്ക മെഴുക്ക് വരട്ടിയും ചേമ്പൂത്ത് കൂട്ട് ചേർത്ത് അവിയലും ഇന്നലത്തെ പൈനാപ്പിൾ മോരൂട്ടാൻ. അതെനിക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും ഈ 2 കൂട്ടാൻ. ഇത്തിരി വെള്ളം പോലെ, പക്ഷെ ചേമ്പൂത്തല്ലേ, നമ്മൾ ഉണ്ണാറാവുമ്പോഴത്തേക്കും അതൊന്ന് പറ്റും. കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ. ഗ്യാസ് ഓഫ് ചെയ്തു. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ ആഹാ അടച്ചിട്ട് കൂർക്കമെഴുക്ക് വെട്ടി റെഡി. അപ്പോൾ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ.